ഞാൻ ചോദിച്ചു, തങ്ങളുടെ വണ്ടി വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തങ്ങളുണ്ടല്ലോ, അവരുടെ ആത്മീയ നേതാവ്. ആ ആത്മീയ നേതാവിൻ്റെ വണ്ടിയുടെ അകത്ത് ഒരു മുസ്ലിം അല്ലാത്ത എത്ര പേരെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആരോപണത്തിന് വേണ്ടി ഇതുപോലെ തറ പറയരുത്. തറ പറയുമ്പോൾ അതിനേക്കാൾ വലിയ തറ പറയാൻ ഞങ്ങളുടെ ആളുകൾ നല്ലപോലെ അറിയാം. അതുപോലെ ഈ ചെറിയ കാര്യങ്ങളും അല്പകാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ ഈ മതവിദ്വേഷത്തിൻ്റെ വിത്തുകൾ കുത്തിയിറങ്ങരുത്. അത് ഏറ്റെടുത്ത് പറയാൻ കുറേ മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ എന്തൊരു കഷ്ടമാണ് പറയണത്. ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ കയറി കാറിൽ കയറി കിടക്കുന്ന ഓഫീസിൽ വരുന്നത് നിങ്ങൾ വന്ന് നിങ്ങളൊക്കെ മീഡിയകളാണല്ല. മുഖ്യമന്ത്രി നിങ്ങൾ ഞാൻ അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് 10 കൊല്ലമായില്ല ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്. ആകെ 2 പ്രാവശ്യം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. എനിക്കൊരു കാര്യമില്ല മിസ്റ്ററെ. ഞാൻ നിൽക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഇഷ്ടമാണ്. പിന്നെ കോൺഗ്രസ് ഗതികേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് പറയേണ്ടി വന്നതിന് എനിക്ക് വളരെ ദുഃഖമുണ്ട്.